നമുക്ക് നോമ്പ് തുറന്ന് നമുക്ക് ഉണ്ടാക്കിയ ഷെർബീൽ അഹമ്മദിനും ആദ്യ അബിയും വേണ്ടി എല്ലാവരും ദീർഘായുസിനും സമ്പത്തിനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ക്ലാസ്സിന്റെ വക നോമ്പൂറാണ് ഗൈസ്. അവൾ നോമ്പുറക്കി വന്നിരിക്കുക. ഞാൻ ഒരു പണി എടുക്കില്ല, ഞാൻ വെറുതെ നടക്കാറ്. അവരൊക്കെ പണിയെടുക്കുന്നത് നിങ്ങളെ കാണിച്ചില്ല ഗൈസ്. ഇത് പ്രോബബിളി ലാസ്റ്റത്തെ നോമ്പായിരിക്കും. പ്രോബബിളി അല്ല, എന്തായാലും ലാസ്റ്റത്തെ നോമ്പായിരിക്കും ക്ലാസ് എല്ലാവരും കൂടെ. അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ 2 പിള്ളേർ ഇങ്ങനെ നോമ്പ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രിപ്പറേഷൻസ് ആട്ടോ. ഇത്രയും വലിയൊരു ഭരണത്തിക്കകത്ത് കൈ കൊണ്ട് പിഴിയുന്ന 2 ആൾക്കാർ ഗൈസ്. ക്ലാസ്സിലെ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു കാര്യം ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലാത്തത് കൊണ്ടും പിന്നെ ഈ തവണ എന്താണെന്ന് അറിയത്തില്ല, എല്ലാവർക്കും ഭയങ്കര ഒത്തൊരുമയായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാനും അതെടുക്കാനും ഇതെടുക്കാനൊക്കെ ഭയങ്കര ഒത്തൊരുമയായിരുന്നു ഗൈസ്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ടേസ്റ്റ് ചെയ്യാനും ഒക്കെ. അനുശ്രീ പറ, ഇതെന്താന്ന് പറ. ആർക്കും അറിയത്തില്ലല്ലോ. കുറച്ച് പഞ്ചസാര, കുറച്ച് ഐസ്, ഇങ്ങനെയുള്ള നമ്മൾ കൈകൊണ്ട് പിടിക്കുന്ന. ഈ സീൻ കണ്ടപ്പോൾ ഉണ്ടല്ലോ ഗൈസ്, ഞാൻ അറിയാതെ മറ്റേ ബിഗ് ബോസിൽ ജാസ്മിൻ മറ്റേ ചായക്കകത്ത് സ്പൂൺ ഇട്ടിട്ടുള്ള ഒരു വലിയൊരു വിവാദം ഉണ്ടായിരുന്നില്ലായിരുന്നു, കഴിക്കണതൊക്കെ. അതൊക്കെ ആലോചിച്ച് പോയി. പിന്നെ നമ്മുടെ ഇത് ഓർഗനൈസ് ചെയ്യുന്ന എൻ്റെ ക്ലാസ്മേറ്റ്സ് 2 പേരായിരുന്നു. അതിലൊരാളാണിത്. ഭയങ്കര സഹായമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കരുത് ഗൈസ്. അതിടുന്നു ഇതിടുന്നു, എൻ്റെ കൈ എല്ലായിടത്തും എത്തണം, എന്താ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണ്ടായിരുന്നു. പിന്നെ ഞാനൊരു നാരങ്ങ പിഴിയാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇതെന്തോ മുടിയിലൊക്കെ ആയതാണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോ ഒക്കെ നടന്നു. പിന്നെ ഇതാണ് നമ്മുടെ ഓർഗനൈസർ നമ്പർ 2. എന്താണ് പുള്ളി കുളിച്ച് സെറ്റപ്പായിട്ടൊക്കെ വന്നതാണ്. എന്തിനാണെന്ന് കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ ഈ ബിരിയാണിയൊക്കെ എവിടെ ഇരിക്കണു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കിൽ പോയി നോക്കിയപ്പോഴത്തേക്ക് അച്ചാറ്, സാലഡ്, പിന്നെ ബിരിയാണിയുടെ എന്ന് വെച്ചാൽ നമ്മൾ ദമ്മിടണം, ചോറും ഇതും സെപ്പറേറ്റ് ആയിരുന്നു. പിന്നെ ഈ സാധനം അപ്പം എന്താണെന്ന് മനസ്സിലായില്ല, പക്ഷേ അത് പ്ലേറ്റ് ആയിരുന്നു ഗൈസ്. പിന്നെ നമുക്ക് കുറച്ച് ഇലക്ട്രീഷ്യൻസും ഉണ്ടായിരുന്നു. ഞാൻ നിൽക്കുന്നു ക്ലാസ്മേറ്റ്സ് തന്നെയാണ്. എന്താണ് ആ ഒരു ഇഫ്താറിൻ്റെ മൂഡ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈറ്റ്സ് വേണമല്ലോ, സാഹസകരമായിട്ടുള്ള രീതിയിലാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓർഗനൈസർ നമ്പർ 2 എന്തായിരിക്കും കുളിച്ച് വന്നതെന്ന്. അത് കഴിഞ്ഞ പിന്നെ ഞാൻ സ്ലോമോ കാണിക്കുന്നതാണ്, എന്തൊക്കെയോ പറയുന്നത്. കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അതെ, ഒരു പണിയെടുക്കാതെ എന്റെ കൂടെ ഇരിക്കുന്ന 2 ആൾക്കാരാണ്, കഴിക്കാൻ വേണ്ടി മാത്രം. അതെ, കണ്ടാലും പറയും. കണ്ടോ, കണ്ണെഴുതാതെ മനഃപൂർവ്വം വന്നിരിക്കുക. രാവിലെ കണ്ണെഴുതി വന്നതാണ് ഗൈസ്, ഇപ്പൊ കണ്ണെഴുതാതെ വന്നേക്കോ. ഞാൻ കുളിച്ച് ഞാൻ എനിക്ക് കണ്ണെഴുതേണ്ട ആവശ്യമില്ല, ഈ മേക്കപ്പിന്റെ ആവശ്യമില്ലടി. സോന കറക്റ്റ് ഫസ്റ്റ്. ഇതേതീ താത്ത, ഏതാണ് ഈ താത്ത? പോ. അങ്ങനെ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം, എൻ്റെ പരിശ്രമമല്ല ബാക്കി എല്ലാവരും പരിശ്രമത്തിന് ശേഷം നമ്മളിത് എല്ലാം ഒന്ന് ടേബിളിലോട്ട് അടുക്കാൻ പാകത്തിനായിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് ഇരുന്നു, പിന്നെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അവർ ചുരിദാറൊക്കെ ഇട്ട് സെറ്റപ്പായിട്ട് വന്നു ഗൈസ്. അത് കണ്ടപ്പോഴത്തേക്കും വേണ്ടായിരുന്നു, ഞാനും ഒരുങ്ങായിരുന്നു എന്ന് ഓർത്തു. പിന്നെ എല്ലാവരും ഇരുത്തി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ടല്ലേ ഗൈസ്. ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു ഇതൊക്കെ ഇനിയിപ്പം അധികം നാളില്ലല്ലോ എന്നൊക്കെ അറിയായിരുന്നു. ഷെർബീലിന് ഷെർബീലിന് പെണ്ണ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ തുറന്നിട്ട് ഉള്ളി സമൂസ അതിൻ്റെ മാത്രം ബാക്കി, കുറച്ച് ബാക്കി എല്ലാവരും ഉണ്ട് ഒരു നേര. അയ്യോ കാർത്തുന്നോ, കാർത്തു എല്ലാം ക്ലീൻ ചെയ്ത് കഴിച്ചു. നന്നും ബാക്കി വെച്ചിട്ടില്ല, എല്ലാം തീർത്ത് കഴിച്ചു. അല്ലാതെ ഡ്രിങ്ക്സ് ഉണ്ട്, ഇതൊക്കെ ഒത്തിരി ഉണ്ട്. എനിക്ക് ഡ്രിങ്ക്സ് കുറെ ബാക്കിയുണ്ട്. അസ്സമോളി എല്ലാം തീർത്തു കഴിച്ചു. വെരി ഗുഡ് ഗേൾ. തിളങ്ങി നിക്കണോന്ന് ഇത്രയും മതിയാ? തിളങ്ങി നിക്കണോന്ന് ഗൈസ്. ഇതൊക്കെ ഉള്ളിലായിരുന്നു, ഇപ്പൊ എടുത്ത് പുറത്തേക്ക് ഇട്ടു, പിന്നെ അകത്തേക്ക് എടുത്തിരുന്നു. ഒരു പ്രത്യേക
കുറച്ചു മുന്നേ ചുരിദാർ ഇട്ട് വന്ന സുന്ദരികളായി എന്ന് പരാമർശിച്ച് കുറച്ച് പേരില്ലേ, അവരാണ് ഇവരെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ഒരുങ്ങിക്കൊന്ന് വരായിരുന്നു, ഒരു സ്ഥലത്തേക്ക് പോകണമില്ലായിരുന്നു. പിന്നെ ഇവരൊക്കെ വട്ടത്തിലിരുന്ന് എന്താ സംസാരിക്കുന്നതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഗൈസ്. അവിടെ വായ്മൊളിച്ചിരിക്കുകയായിരുന്നു. പിന്നെ റാശി കണ്ടു. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഇവർ മറ്റേ ഈ ചെമ്പെടുത്തോണ്ടും വരായിരുന്നു. ചെമ്പിൻ്റെ കൂടെ നിന്ന് കുറച്ച് 2-3 സെൽഫീസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് പിന്നെ വട്ടത്തിലിരുന്ന് ഇവരെല്ലാവരും കൂടെ ഗെയിമൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഈ സാധനമൊക്കെ കുറച്ച് നാണം, ഇങ്ങനെ നടുക്കോട്ടൊക്കെ നിന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ. ദംഷറാട്സ് ആയിരുന്നു കളിച്ചിരുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഇതേ പൂജ എന്തോ ഒരു കൗണ്ടർ അടിച്ചിട്ടുള്ള ബാലൻസ് ആണ്, അത് കൗണ്ടർ ഓർമ്മയില്ല. അതെ എന്നെ പോലെ തന്നെ സുന്ദരി ഒരു കൊച്ചിനെ കൂടെ ഞാൻ പറയിപ്പിച്ചാണ് ഗൈസ്. നിങ്ങൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാത്തിനും തെളിവ് വേണമെന്നല്ലോ ഉണ്ടല്ലോ എന്നുള്ളൊരു പക്ഷത്താൽ ഞാൻ നമ്മുടെ ഗൂഢാലോചനയ്ക്ക് മുന്നേ ഉള്ള കുറച്ച് ക്ലിപ്പുകളാണ് ഇവിടെ ഇങ്ങനെ ശേഖരിച്ച് വെച്ചേക്കുന്നത്. പിന്നെ ഇത് സ്വാഗത പ്രസംഗം. ഗൂഢാലോചനയ്ക്ക് എന്തിന് സ്വാഗത പ്രസംഗം എന്നെനിക്കറിയില്ല, പക്ഷേ സന്തോഷം, എല്ലാവർക്കും സന്തോഷം. നമ്മൾ പിള്ളേരൊരു ആഗ്രഹം പറഞ്ഞാലെന്നുള്ള പോലെ തന്നെ അവരൊക്കെ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മുടെ ദം ഇളക്കിക്കൊണ്ടിരിക്കുന്നത്, ദം ഇളക്കുമായിരുന്നു, എനിക്ക് ഓർമ്മയില്ല ഗൈസ്, അതിനെന്താ പറയുകയെന്ന് എനിക്ക് ഓർമ്മയില്ല. ദം ഇടുന്നു, ദം ഇട്ടുകൊണ്ടിരിക്കുന്ന റസീമിക്ക. അത് കഴിഞ്ഞ് കാർത്തു ഫസ്റ്റേ പോയി അകത്താക്കിയിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് യഥാർത്ഥ സുഹൃത്ത് ഗൈസ്, യഥാർത്ഥ സുഹൃത്ത്. ചിക്കൻ ബിരിയാണി ആയിരുന്നു ഗൈസ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെയും പറയാം, 2 പ്ലേറ്റ് ബിരിയാണിയാണ് കഴിച്ചത്. ഗേൾസൊക്കെ ഏകദേശം ഫസ്റ്റേ കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പതുക്കനെ അവിടെ നിന്നു, ഇവിടെ നിന്നു, നാണം പിടിച്ചു നിന്നു, നാണം കുണിഞ്ഞു നിന്നു, അങ്ങനെ കുറേ സമയം എടുത്തു. ഇത് കഴിഞ്ഞ ശേഷം ഡെസേർട്ട് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അതിന് ശേഷം ബോയ്സ് ഒറ്റയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കുന്നു, ഗേൾസ് ഒറ്റയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കുന്നു, ഗേൾസും ബോയ്സും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഓ മൈ ഗോഡ്, സിംഗിൾ ഫോട്ടോ, ഡബിൾ ഫോട്ടോ, അങ്ങനെ പല രീതിയിലുള്ള ഫോട്ടോകൾ എടുപ്പായിരുന്നു. അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.